എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദിൽ. എനിക്ക് ഈ ഒരു സിനിമയുടെ ഭാഗമായത് ജീവിതത്തിലെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആരുടെ ഫാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാലേട്ടൻ ഫാൻസാണ്. ലാലേട്ടൻ്റെ ഏറ്റവും വലിയൊരു ഫാനാണ് ഈ സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് ഈ സിനിമ. ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ. രാജുവേട്ടൻ്റെ കൂടെ ഞാൻ 9 എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്തതിന് ശേഷം ആണ് ഈ ലൂസിഫറിലേക്ക് എന്നെ വിളിക്കുന്നത്. ഇത് ഞാൻ ലൂസിഫറിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സിദ്ധു പനക്കൽ എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം എനിക്കത് എങ്ങനെ അത് കൺസീവ് ചെയ്യണം എന്നുള്ളത് ആ ഒരു മൊമെൻറ്റിൽ അറിയില്ല. കാരണം ഞാൻ സിനിമകൾ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ, ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ സിനിമയുടെ ഭാഗമാവാൻ കിട്ടിയ ഒരു വലിയ ഭാഗ്യം, അത് ശരിക്കും എനിക്കിപ്പോഴും ആ മൊമെൻറ്റ് വളരെ സ്പെഷ്യലാണ്. ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക. ലാലേട്ടൻ മാത്രമല്ല, ലാലേട്ടൻ കൂടാതെ മഞ്ജു ചേച്ചി, അതുപോലെ എന്താ പറയുക, ടൊവിനോ, വിവേക് ഒബറോയ്, ഇന്ദ്രേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സെറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് ഓരോ സീനിനെ അപ്രോച്ച് ചെയ്യുന്നത്. പ്രോബബ്ലി ബിക്കോസ് രാജുവേട്ടനോടുള്ള ഒരു എന്താ പറയുക, ഒരു ഭയമുണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ കോൺഷ്യസ് ആവും. മാത്രമല്ല എല്ലാവരും ഉള്ള ഒരുപാട് സീനിയേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്ന സെറ്റാണ്. സുജിത്തേട്ടനാണ് ക്യാമറ. അപ്പോൾ അങ്ങനത്തെ ഒരു, പക്ഷെ എന്നാൽ അവരുടെ സൈഡിൽ നിന്നും അങ്ങനെ ഭയപ്പെടുത്തുന്നതായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു എവിടെയോ ഒരു ഓക്കെ അലേർട്ട് ആവണം എന്നുള്ളൊരു സംഭവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചില സീനുകളൊക്കെ ഞാൻ കുറച്ച് കൺസീവ് ചെയ്യാനൊക്കെ സമയം എടുക്കുമ്പോൾ ദ വേ ഹി എക്സ്പ്ലെയിൻസ്, രാജുവേട്ടൻ അത്രയും ടെക്നിക്കലി സൗണ്ടാണ്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെത്, ഹി ക്ലിയർലി നോസ് വാട്ട് ഹി വാണ്ട്സ്, എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായ ബോധമുള്ള ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ മറ്റ് എന്താ പറയുക, ഡയറക്ടേഴ്സ്, ADസും ഒക്കെ അവരൊക്കെ ക്രൗഡ് ഹാൻഡ്ലിങ്ങും മറ്റു പരിപാടികളും അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് സീൻ സെറ്റിങ്ങിൻ്റെ ബാക്കിയുള്ള വർക്കിലാണ് അവരൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത്. രാജുവേട്ടൻ കൃത്യമായിട്ട് ഹി നോസ് എന്താണ് അടുത്ത ഷോട്ട് വേണ്ടത്, എങ്ങനെയായിരിക്കണം ആ സീനെ നമ്മൾ കൺസീവ് ചെയ്യേണ്ടത്. അതിൽ ആക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ, അദ്ദേഹം ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ ആക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഇൻപുട്സ് തരിക, അത് 9ൻ്റെ സെറ്റിലും അദ്ദേഹം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാസിൽ സാർ ഈ സിനിമയിലൂടെ തിരിച്ചൊരു അഭിനയത്തിലൂടെ വരുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള വാവക്ക, ജയൻ ചേട്ടൻ, പിന്നെ മറ്റ് ഒരുപാട് പേര്, ADസ്, അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ഒരുപാട് പേരുടെ ഒരു കമ്പൈൻഡ് എഫേർട്ട് വിത്ത് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ബീങ് പൃഥ്വിരാജ് സുകുമാരൻ ഹിംസെൽഫ്. അത് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. റിജു എന്ന ക്യാരക്ടറും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ക്യാരക്ടേഴ്സും എങ്ങനെയാണ് സ്ക്രീനിൽ വരാൻ പോകുന്നത് എന്നുള്ളത് എനിക്കും നിങ്ങളുടെ അത്ര തന്നെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. അത് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവരും കുടുംബസമേതം വന്ന് കാണുക എന്നുള്ള റിക്വസ്റ്റാണ്. താങ്ക് യു.